പഴവും അതുപോലെ തന്നെ സൂചിപ്പൊടി ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു റെസിപ്പി. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കയ്യിൽ എല്ലാവരുടെ കയ്യിലുണ്ടാകുമല്ലോ ഒരു പഴമോ അല്ലെങ്കിൽ ഇതേപോലെ സൂചിപ്പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കുട്ടികൾക്ക് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എളുപ്പത്തിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇതെങ്ങനെ ഞാൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു പഴം മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നില്ല, ഇതിൻ്റെ പകുതി ഭാഗം മതി എനിക്ക്. ഇതിൻ്റെ പകുതി ഭാഗം എടുത്താൽ തന്നെ ഉണ്ടാവും കേട്ടോ, കുറേ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ പകുതി പഴം എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് തരം നേന്ത്രപ്പഴമായാലും കുഴപ്പമില്ല കേട്ടോ, നല്ലോണം പഴുത്തതായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുക. കരിമ്പച്ച ആകരുത് കേട്ടോ, കരിമ്പച്ചായാൽ നമുക്ക് ചെയ്താലൊരു ടേസ്റ്റ് ഉണ്ടാകില്ല. നല്ലോണം പഴുത്ത പഴമൊക്കെ ആകുന്നേരം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ കൈവച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ കൊണ്ട് ഉടയ്ക്കുക കേട്ടോ. സ്പൂൺ കൊണ്ട് ഉടച്ചാൽ ഒരു ഉടയാത്ത പോലെ തോന്നും. പിന്നെ നമ്മൾ മിക്സിയിൽ അടിച്ചാലും അതുപോലെ തന്നെ തീരെ കാണാത്ത പോലെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കടിക്കാൻ വേണം കേട്ടോ അത്യാവശ്യം ഒന്ന്. അപ്പോൾ അപ്പോഴാണ് ഒരു ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഇതുപോലെ കിട്ടണം കേട്ടോ. ഇതുപോലെ കിട്ടിയിട്ട് നമുക്ക് ബാക്കിയുള്ള സാധനം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയാണ് കേട്ടോ. ഈ ഒരു മുട്ട മാത്രം മതി. ഇനിയിപ്പോൾ ഇതൊന്ന് പൊട്ടിച്ചിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ ഈ പഴത്തിൻ്റെ എല്ലാ ഭാഗത്തുന്നത് വരെ. പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. പഴത്തിന് മധുരം ഉണ്ടാവില്ല, അപ്പോൾ കുറച്ച് മാത്രം മതിയാവും പഞ്ചസാര. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണ്ടിയെന്ന് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കുക കേട്ടോ. പഞ്ചസാരയും മുട്ടയും അതുപോലെ തന്നെ പഴമൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. പഞ്ചസാര നല്ലോണം ഒന്ന് അലിഞ്ഞോട്ടെ കേട്ടോ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഒരേലക്കായ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. പിന്നെ ഇതാ നമ്മളെ എടുത്ത് വെച്ച സൂചിപ്പൊടി ഈ ഒരു കപ്പ് മാത്രം മതിയാവും കേട്ടോ. ഈ ഒരു കപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് വേറെ വെള്ളവും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഈ ഒരു പഴത്തിൻ്റെയോ അതുപോലെ തന്നെ മുട്ടൻ്റെയോ വെള്ളത്തിൽ കിടന്നിട്ട് ഈ ഒരു സൂചിപ്പൊടി നല്ലോണം ഒന്ന് പൊതിർന്ന് വരും കേട്ടോ. മിക്സാക്കിയതിന് ശേഷം ഇത് നമുക്കൊരു 10 മിനിറ്റ് മൂടി വെക്കാം. അതിന് ശേഷം നമുക്കിത് ബാക്കിയുള്ള പണി നോക്കാം. നമ്മളെ പഴം ഇവിടെ നല്ലോണം മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതിയാവും കേട്ടോ, ഒരു 2 നുള്ള് കരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. നല്ല അധികം ചൂട് വേണ്ട കേട്ടോ, ചൂട് കുറച്ച് വെക്കുക. ആദ്യം നല്ല ചൂടാക്കിയിട്ട് ഇത് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ, അല്ലാണ്ട് കരിഞ്ഞു പോകും കേട്ടോ പെട്ടെന്ന്. എന്നിട്ട് എന്താ സാവധാനം ഒന്ന് വേവിച്ചെടുക്കുക. ഒരു സൈഡ് ഇവിടെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്, ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതായത് ഇത് ബോൾ പോലെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ 2 സൈഡും ഇതേപോലെ ഒന്ന് മുരിച്ചെടുക്കുക. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഷേപ്പും കാര്യങ്ങളും ഇല്ലെങ്കിലും ഇതിന് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് തിന്നാൻ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളെ പഴം കൊണ്ടുള്ള ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ അതാ ഒന്ന് പൊട്ടിച്ച് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം, ഇതേപോലെയാണുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്.